നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടുത്തു ചാടാൻ വരട്ടെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും, കുറച്ചുകൂടി സമയം നീട്ടാ. നീ എന്നോട് ചെയ്തതിന് നിനക്കുള്ള പണി ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. മിനിസ്റ്റർ തിരികെ വിളിക്കുകയാണല്ലോ. എടുക്കമ്മേ, ചിലപ്പോ സഹായിക്കാന്ന് പറയാനാണെങ്കിലോ. ഹലോ സർ. രാജലക്ഷ്മി അമ്മേ, ഞാൻ നേരത്തെ കുറച്ച് തിരക്കിലായി പോയി. അത് സാരമില്ല സാർ. ഞാൻ പറഞ്ഞ കാര്യത്തിന് സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അങ്ങോട്ട് വരാം, അപ്പൊ പറയാൻ കാര്യങ്ങൾ. ആയിക്കോട്ടെ സർ, അത് മതി, അത് മതി. വലിയ ഉപകാരം സർ, വലിയ ഉപകാരം. അപ്പോ നേരിട്ട് സംസാരിക്കാം. ശരി സർ. എന്താ അമ്മ അദ്ദേഹം പറഞ്ഞത്? ഇങ്ങോട്ട് വരാന്ന്, നേരിട്ട് സംസാരിക്കാമെന്ന്. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടു നീ. ഇന്ദ്രജ പറഞ്ഞതുപോലെ ഞാൻ ചെമ്പകമംഗലത്തേക്ക് ചെല്ലാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞാൻ അവിടെ ചെന്ന് എന്താ പറയേണ്ടത്? അവിടെ ചെന്ന് പറയാനുള്ളത് ഞാൻ പറഞ്ഞു തരാം. വള്ളി പുള്ളി വിടാതെ കുത്തും കോമയൊന്നും ചേർക്കാതെ അതേപോലെ സാർ അങ്ങ് പറഞ്ഞാൽ മതി. മകന്റെ കാര്യോർത്ത് തകർന്നിരിക്കുന്ന രാജലക്ഷ്മി അമ്മയെ തരിപ്പണമാക്കണോ എനിക്ക്? എഴുന്നേക്കോ. വരൂ. നന്ദിനി ഇരിക്കൂ. വേണ്ട ഡോക്ടർ, എനിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. എന്റെ മോൻ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. എനിക്ക് അവന്റെ അടുത്തേക്ക് പോകണമായിരുന്നു. അതൊക്കെ പോവാം. ആദ്യം നന്ദിനി ഇരിക്കൂ. നന്ദിനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ആരാ പറഞ്ഞത്? കുഴപ്പോ? എന്താ ഡോക്ടർ, എനിക്ക് എന്താ അസുഖം? അസുഖം അതിനുള്ള മരുന്നൊക്കെ ഞങ്ങൾ തരാം. പക്ഷെ കുറച്ച് നാളത്തേക്ക് നന്ദിനി നന്നായി സൂക്ഷിക്കണം. അധികം ദേഹം അനക്കാതെയും അധികം ഭാരം ഉയർത്താതെയും അധികം യാത്രകൾ ചെയ്യാതെയും സൂക്ഷിക്കണം. ഭർത്താവ് ഇവിടെ കൂടെയുണ്ടോ? ഇല്ല. രണ്ടാളോട് ഒരുമിച്ച് പറയേണ്ട കാര്യമായിരുന്നു. ഇനിയിപ്പം നന്ദിനിയോട് മാത്രം പറയാം. കൺഗ്രാറ്റുലേഷൻസ്. ഈ കൺഗ്രാറ്റ്സ് ഭർത്താവിനും കൂടെ അവകാശപ്പെട്ടതാ. ഇപ്പോഴും നന്ദിനിക്ക് കാര്യം മനസ്സിലായില്ലേ? നന്ദിനി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. ഡോക്ടർ, ഞാൻ ഇത്രയും വലിയ സന്തോഷ വാർത്ത പറഞ്ഞിട്ടും നന്ദിനിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്തെ? സാധാരണ ഒരു സ്ത്രീ അമ്മയാകാൻ പോകുന്നു എന്ന് പറയുമ്പോ പല ഭാവ വ്യത്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് പക്ഷേ ഞെട്ടലാണല്ലോ മുഖത്ത്. ഡോക്ടർ, എന്താ, വിവാഹം കഴിഞ്ഞ് വളരെ താമസിച്ചാണോ നന്ദിനി ഗർഭിണിയാവുന്നത്? അതിരിക്കട്ടെ, എന്തായാലും ഹസ്ബൻഡിനോട് എന്നെ ഒന്ന് കാണാൻ പറയൂ. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. ഭർത്താവിനോട് വരാൻ പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, സന്തോഷ വാർത്ത അറിഞ്ഞ് നന്ദിനി ഷോക്കായിരിക്കുകയാണെന്ന് മനസ്സിലായി. അപ്പോ ഇനിയുള്ള ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിനും വീട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞ് ഏൽപ്പിക്കാം. അതാ ഹസ്ബൻഡിനോട് വരാൻ പറഞ്ഞത്. അദ്ദേഹം വരില്ല ഡോക്ടർ. വരില്ലേ? അതെന്താ? അദ്ദേഹം
അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. സോറി. ഹലോ, മൈഥിലി, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. ശരി. എന്താടി കാര്യങ്ങൾ? ഓ, ഒരു പ്രയോജനമില്ല. അവരൊക്കെ നമ്മളെക്കാൾ വിളഞ്ഞ പുള്ളികളാ. എന്ന് വെച്ചാ നീ എനിക്ക് മനസ്സിലാവുന്ന തരത്തിൽ കാര്യങ്ങൾ പറ. അവരാരും എന്നെ അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. എന്നെയും നിന്നെയും നമ്മുടെ പാരന്റ്സിനെയും വിറ്റ കാശ് അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ കളയി. ബുദ്ധിയിൽ നമ്മളെ വെല്ലാൻ ആരുമില്ല. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എന്റെ മൈഥിലി, നീ പഠിച്ചു വെച്ച അഭ്യാസങ്ങൾ മുഴുവനും എടുക്കണം. നവരസങ്ങൾ മുഴുവനും മുഖത്ത് വഴുത്തി അഭിനയിക്കണം. എന്റെ കാർത്തിയേട്ട എന്ന് എല്ലാവരുടെ മുമ്പിൽ മലറി വിളിച്ച് ഹോസ്പിറ്റലിൽ കിടക്കെ പൊട്ടിക്കരയണം. അത് കേട്ട് ഇൻ പേഷ്യൻസ് ചാടി എഴുന്നേൽക്കണം. ഔട്ട് പേഷ്യൻസ് അന്തം വിട്ടു നിൽക്കണം. ഒരു ഭാര്യയുടെ ആത്മാർത്ഥമായ കരച്ചിലാണെന്ന് കരുതി നിനക്ക് മാസ് സപ്പോർട്ട് കിട്ടും. ചെമ്പകമംഗലംകാർക്ക് ഒടുവിൽ നിന്നെ അംഗീകരിക്കേണ്ടി വരും. ഇതൊക്കെ നീ പറയും മുമ്പേ ഞാൻ അവിടെ അഭിനയിച്ചു. ഏറ്റില്ല, നാണം കിട്ടത് മാത്രം വെച്ച. ഒരു വട്ടം പൊളിഞ്ഞു എന്ന് കരുതി നീ നിരാശപ്പെടേണ്ട. നീ കാർത്തിക്കിനെ വിടാതെ പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ, നീ പറഞ്ഞതുപോലെ ഒക്കെ ശ്രമിച്ചിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ നമ്മുടെ പരിധിയിൽ വരില്ല. നമ്മുടെ ആ പ്ലാൻ സക്സസ് ആവില്ലെന്നാണോ നീ പറയുന്നത്? അതെ. കാര്യങ്ങൾ ഇനിയും വലിച്ചു നീട്ടാതെ കാർത്തിക്കിന്റെ അരികിലേക്ക് ഞാൻ വരാം. ആർക്കൊരു ഉപകാരവും ഇല്ലാതെ കോമയിൽ കിടന്ന് അവൻ അങ്ങനെ നരകിക്കണ്ട. എല്ലാം നടന്നു കഴിഞ്ഞാൽ നമുക്കിടയിൽ അവൻ ഉണ്ടാവാൻ പാടില്ല. അതല്പം നേരത്തെ ആവണമെങ്കിൽ അതും ആവാം. എടുത്തു ചാടാൻ വരട്ടെ, കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. കുറച്ചുകൂടി സമയം നീത്താ. നീ എന്നോട് ചെയ്തതിന് നിനക്കുള്ള പണി ഞാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.